നമുക്ക് സുപരിചിതമായ ഒരു പദമാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട്. ഡിസബിലിറ്റി നിയമത്തിൻ്റെയും ഒന്നാമത്തെ റൈറ്റായിട്ട് പറയുന്നതും ഇക്വാളിറ്റി തന്നെയാണ്. തുല്യത, എല്ലാവർക്കും തുല്യത. ഇതോടൊപ്പം തന്നെ മറ്റൊരു വാക്കുകൂടിയുണ്ട്, ഇക്വിറ്റി. ഇക്വാളിറ്റിയും ഇക്വിറ്റിയും എത്ര പേര് അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. ഇത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അതായത് 3 ആൾക്കാർ ഇവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ മുന്നിൽ 3 ആൾക്കാർ നിൽക്കുന്നു. ഒരാളിന് 6 അടി ഉയരമുണ്ട്. ഇപ്പം നല്ല ഉയരമുള്ള ഒരാളാണ്. 6 അടി ഹൈറ്റ് എന്ന് പറയുമ്പം ശരാശരി നല്ലൊരു ഉയർന്ന പൊക്കമുള്ള ഒരാളായി, നല്ല ഒത്ത ഒരാളായി കഴിഞ്ഞു. അടുത്ത ആളിന് 5 അടി ഹൈറ്റാണുള്ളത്. മറ്റൊരാളിന് 4 അടി ഹൈറ്റേ ഉള്ളൂ. 3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഒരു മതിലുണ്ട്, അല്ലെങ്കിൽ ചുമരുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 6 അടി ഹൈറ്റുണ്ട്. അപ്പോൾ 3 ആൾക്കാർ നിൽക്കുന്നു, 4 അടി, 5 അടി, 6 അടി ഹൈറ്റ്. അവരുടെ മുന്നിൽ നിൽക്കുന്ന മതിലിന് 6 അടി ഹൈറ്റുണ്ട്. ഈ മതിലിൻ്റെ മറുവശത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം, നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസ് എന്ന് പറയും പോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമുണ്ട്. ഈ 3 ആളുകൾക്കും ഒറ്റ ആവശ്യമാണ്, മറുവശത്തുള്ള ഈ ഉദ്യാനം, മനോഹരമായ പൂന്തോട്ടം ഒന്ന് കാണണം, കണ്ട് ആസ്വദിക്കണം. അതിനുവേണ്ടി 3 പേര് നിൽക്കുന്നുണ്ട്. പക്ഷേ മതിലാണ് തടസ്സം. ബാരിയറായിട്ട് നിൽക്കുന്നത് മതിലാണ്. മതിലിൻ്റെ ഹൈറ്റ് അല്പം കൂടിപ്പോയി. 6 അടി ഹൈറ്റുള്ള ആളിനും രക്ഷയില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 4 അടി ഹൈറ്റിൻ്റെ ആളിനെ പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ വിഷമം കണ്ടിട്ട് ഒരു വ്യക്തി, ഒരു നല്ലൊരു മനുഷ്യൻ വന്നിട്ട് 1 അടി ഉയരമുള്ളൊരു ബെഞ്ച് അവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ മുകളിൽ കയറി ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും 6 അടി ഹൈറ്റുള്ള ആൾ ബെഞ്ചിൻ്റെ മുകളിൽ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 7 അടിയായിട്ട് ഉയർന്നു. 6 + 1 7. അദ്ദേഹത്തിന് കാണാൻ പറ്റി, അദ്ദേഹത്തിന് പ്രശ്നം പരിഹരിച്ച് കിട്ടി. അടുത്ത ആളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടിയേ ഉള്ളൂ. 5 അടിയും ബെഞ്ചിൻ്റെ ഹൈറ്റ് 1 അടി ആയപ്പോൾ അദ്ദേഹത്തിന് 6 അടി ഹൈറ്റേ ആയുള്ളൂ. പ്രശ്നം പരിഹരിച്ച് കിട്ടിയില്ല. മറ്റേ 4 അടി ഹൈറ്റുള്ള ആളിന്, 4 അടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, 4 അടിയും 10 ഇഞ്ചിന് താഴെ ഹൈറ്റുള്ള ആൾക്കാരെല്ലാവരും ഭിന്നശേഷി കാറ്റഗറിയായ ഡോർഫ് അല്ലെങ്കിൽ ഹ്രസ്വകായത്വം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അദ്ദേഹത്തിന് ഈ ബെഞ്ചിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് മറ്റൊരു വ്യക്തി വന്നു 2 അടി ഹൈറ്റുള്ള ഒരു പീഠം അല്ലെങ്കിൽ സ്റ്റൂള് വെച്ച് കൊടുത്തപ്പോൾ 5 അടി ഉയരം ഉണ്ടായിരുന്ന ആളിനും അതിൻ്റെ മേളിൽ കയറിയപ്പോൾ 7 അടി ഹൈറ്റ് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിനും കാണാൻ പറ്റി. പക്ഷേ മറ്റേ 4 അടി ഹൈറ്റുള്ള ആളിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല, 2 അടി ഹൈറ്റ് വന്നിട്ട്. അത് വന്നപ്പോൾ മറ്റൊരു വ്യക്തി 3 അടി ഉയരമുള്ളൊരു പീഠം അല്ലെങ്കിൽ സ്റ്റൂള് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും തുല്യ ഹൈറ്റ് കിട്ടി. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ ഓരോ വ്യക്തികളും വിഭിന്നരാണ്. ഭിന്നശേഷി വ്യക്തികൾ വിശേഷിച്ചും വിഭിന്നരാണ്. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യാസമുണ്ടാകും. ഇതനുസരിച്ചുള്ള ആ സംവിധാനം, ആ ഒരു സഹായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ, അതിനുള്ള കരുതൽ, അതിനുള്ള പരിഗണന കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മളെല്ലാവരും വിഭാവനം ചെയ്യുന്ന ഭാരതം എന്ന് പറയുന്നത്. അതാണ്, അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല, ആരും ഒഴിവാക്കപ്പെടുന്നില്ല. ഓരോ വ്യക്തിക്കും എന്താണ് ആവശ്യം അത് കൊടുക്കണം. ശ്രീ മുഹമ്മദ് യൂനുസിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ മുഴുക്ക നിന്ന് കണ്ടതാണ് ആ സ്ഥാപനം. എത്ര ഭംഗിയായിട്ടാണ് ആ സ്ഥാപനം നടക്കുന്നത്. എനിക്ക് വളരെ ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പറ്റി പറയുമ്പോൾ, അങ്ങനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ആ കുടുംബത്തിൻ്റെയോ അതിൻ്റെ മാതാപിതാക്കളുടെയോ മാത്രം ഇഷ്യൂ അല്ല. അത് മനുഷ്യസ്നേഹമുള്ള, മനുഷ്യരായിട്ട് ജനിച്ചയക്കുന്ന എല്ലാവരുടെയും ആ മകളാണ് അല്ലെങ്കിൽ മകനാണ് അങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്. ആ ഉൾക്കൊള്ളലിൻ്റെ ഒരു കാലത്തിലേക്ക് നമ്മൾ വരണം, അല്ലേ? ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അത്ര ചെറുതാണ്. 70 വയസ്സ് വരെ ആയുസ് കിട്ടിയാൽ ആകെ കിട്ടുന്ന ഞായറാഴ്ച 3600 ഉള്ളൂ. ഇതാണ് ജീവിതത്തിൻ്റെ കണക്ക്. അത്ര ഹ്രസ്വമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദേശീയപാത പോലെ നീണ്ടു നിവർന്ന പ്രസ്ഥാനമൊന്നും അല്ല ഇത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന സമയം നല്ലതിനും നന്മയ്ക്കും വേണ്ടി നിൽക്കുക. സഹജീവിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും അർത്ഥവത്തായ ജീവിതം വേറെ ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അത് കൈമോശം വരരുത്. വന്നാൽ നമ്മൾ മനുഷ്യരല്ലാതായിത്തീരും. അവിടെ നമ്മുടെ ഉന്നതമായ പദവിയോ അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന സാമ്പത്തിക അവസ്ഥ ഇതൊന്നും അവിടെ ഒരു വിഷയമല്ല.
നമ്മൾ ഒന്നാണെന്നുള്ള സന്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ സംവിധാനമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ എത്തേണ്ടത്. അവിടെ മറ്റൊന്നുമില്ല, ഒരു പരിഗണനയും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കാണോ കൂടുതൽ പരിഗണന ആവശ്യമുള്ളത് നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മളെല്ലാവരും മനുഷ്യരായി മാറുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുന്നത്.